സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യൻ്റെ ആമുഖം എന്ന പുസ്തകത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഈ കാലത്ത്, ഈ വർത്തമാന കാലത്തെ മലയാള സാഹിത്യരംഗത്തെ ഏറ്റവും തലപ്പൊക്കമുള്ള എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ എന്നാണ് നാം ഇതിനകത്ത് പരാമർശിച്ചത്. ഒ വി വിജയനും മുകുന്ദനും ആനന്ദനുമൊക്കെ ശേഷമുള്ള തലമുറയിലെ ഏറ്റവും തലപ്പൊക്കമുള്ള എഴുത്തുകാരൻ. ഏതാണ്ട് അതുപോലെ തന്നെ പറയേണ്ട ആളാണ് ഈ തലമുറയിലെ ഏറ്റവും തലപ്പൊക്കമുള്ള സാഹിത്യകാരിൽ മുൻനിരയിൽ തന്നെയുള്ള കെ.ആർ. മീര. സുഭാഷ് ചന്ദ്രനെ പോലെ തന്നെ വളരെ നൂതനവും വളരെ സങ്കീർണവും ആയ സാഹിത്യകൃതികളിലൂടെ മലയാളി ഭാവുകത്വത്തെ പൂർണ്ണമായിട്ടും നവീകരിക്കുന്ന മറ്റൊരു എഴുത്തുകാരിയാണ് കെ.ആർ. മീര. മറ്റൊരു സവിശേഷത, മലയാളത്തിൽ എഴുത്തുകാരൻ മറ്റെല്ലാ ഭാഷകളിലും എന്ന പോലെ ഇതുപോലെ വലിയ അംഗീകാരവും നേട്ടവും കൈവരിച്ച എഴുത്തുകാരികൾ കുറവാണ്. കവികളിൽ നമ്മുടെ തലമുറയ്ക്ക് ഒരു ബാലാമണിയമ്മയോ ഒരു സുഗതകുമാരിയോ കഴിഞ്ഞാൽ എഴുത്തുകാരിൽ സാറാ ജോസഫുണ്ട്, പി വത്സലയുണ്ട്, ഇങ്ങനെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ മീരയുടെ ഈ നേട്ടം ഏതൊരു സാഹിത്യ പരിഗണന അനുസരിച്ചും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, ഇന്ത്യയിൽ തന്നെ ഭാഷാ സാഹിത്യകാരിൽ ഏറ്റവും മുൻനിരയിലുള്ള ഒരു വ്യക്തിത്വമായി മീര മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് ബഹുമതികൾ കരസ്ഥമാക്കി കഴിഞ്ഞു. മീരയുടെ മാഗ്നം ഓപ്പസ് എന്ന് തന്നെ വിളിക്കാവുന്ന ആരാച്ചാർ എന്ന കൃതിയാണ് മലയാള മനോരമ കഴിഞ്ഞ 25 വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ സാഹിത്യകൃതികളിൽ ഒന്നായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 550ഓളം പേജുള്ള ഈ പുസ്തകം വളരെ വ്യത്യസ്തമാണ്. സാധാരണ സാഹിത്യരംഗത്ത് പരിചിതമല്ലാത്ത ഒരു തൊഴിൽ മേഖലയെക്കുറിച്ച്, ആരാച്ചാർ എന്ന തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ചും ഒരു സ്ത്രീയുടെ പ്രവേശം സൃഷ്ടിക്കുന്ന വളരെ സവിശേഷമായ സ്വാധീനങ്ങൾ മാത്രമല്ല, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതെങ്ങനെ സമൂഹ മനസ്സിൽ തന്നെ ഉണ്ടാക്കുന്ന ചലനങ്ങൾ, ഇതെല്ലാമാണ് മീരയുടെ പുസ്തകത്തിലൂടെ വിരിയുന്നത്. അമ്മേടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടോ? ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ, ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE, ഈ നാടിന്റെ ധൈര്യം. മീര പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സ്ത്രീകൾക്ക് അസാധ്യമായ ഒന്നും ബാക്കിയില്ല എന്ന് സ്ഥാപിക്കേണ്ടത് ഒരാവശ്യമാണ്. അതിലൊന്ന്, സ്ത്രീകളെപ്പറ്റി പലപ്പോഴും പറയുന്നത് ഇതിഹാസങ്ങൾ രചിച്ച സ്ത്രീകളുണ്ടോ, വലിയ ബൃഹത് കൃതികൾ രചിച്ച സ്ത്രീകളുണ്ടോ എന്നൊക്കെയാണ് സാധാരണ സമൂഹം, ആണധികാരം വലിയ തോതിൽ മേധാവിത്വം പുലർത്തുന്ന നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യങ്ങൾ. മീര പറയുന്നത് ഇതുപോലെ ഒരു 550ഓളം പേജുള്ള ഈ പുസ്തകം അതിനൊരു മറുപടിയാണ് ഒരു വശത്ത്. മറുവശത്ത് ഈ ആരാച്ചാരിലെ നായിക ചേതന ഗൃദ്ധ മലിക് എന്ന ആരാച്ചാർ, വാസ്തവത്തിൽ മീര ഈ പുസ്തകം എഴുതിയ പോലെ, എഴുത്തുകാരി ഈ പുസ്തകം എഴുതിയതുപോലെ തന്നെ സ്ത്രീകൾക്ക് അസാധ്യമെന്ന് സമൂഹം കൽപ്പിക്കുന്ന ഒരു തൊഴിൽ മേഖലയിൽ തൻ്റെ കഴിവും തൻ്റെ സാന്നിധ്യവും തെളിയിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എഴുത്തുകാരിയും നായികയും തമ്മിൽ ഒരേ മേഖലയിൽ യോജിക്കുന്ന, ഒരേ മൂല്യവ്യവസ്ഥയുടെ കാര്യത്തിലായാലും ഒരേപോലെയുള്ള ഒരു മുന്നേറ്റത്തിലും കൈകോർത്ത് നിൽക്കുന്ന ഒരു നോവലാണ് ഇത്. ക്രിസ്തുവിന് മുമ്പ് 4 നൂറ്റാണ്ട് മുമ്പ് മുതൽ ഇപ്പോൾ വരെ കൽക്കത്തയിൽ ആരാച്ചാർ തൊഴിൽ കുല തൊഴിലായി സ്വീകരിച്ച ഗൃദ്ധ മലിക്
കുടുംബത്തിൻ്റെ കഥയാണിത്. നമ്മുടെ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളാണ് ഈ നോവലിൻ്റെ കാലം. 89ഓളം വയസ്സുള്ള 450ഓളം മറ്റോ 500ഓ പേരെ തൂക്കിക്കൊന്ന ചരിത്രമുള്ള ഫണിഭൂഷൺ ഗൃഥ മല്ലിക്കിൻ്റെ മകളാണ് ചേതന. അച്ഛൻ ഈ തൊഴിലിൽ നിന്ന് വിരമിക്കുന്നതോടുകൂടി ഇനി ആര് ഈ തൊഴിലിലേക്ക് വരാൻ ആളില്ലാത്ത കാലമാണ്. തൂക്കിക്കൊലകളും വധശിക്ഷകളും കുറഞ്ഞ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ തൊഴിലിന് ആളില്ലാതിരിക്കുന്ന ഒരു കാലം എല്ലായിടത്തും നമുക്ക് പരിചിതമായ ഒന്നാണ്. അപ്പോഴാണ് ഗൃഥ മല്ലിക്കിൻ്റെ യുവതിയായ മകൾ ചേതന ഈ രംഗത്തേക്ക് കടന്നു വരാൻ സ്വയം തീരുമാനിക്കുന്നതും ആ രംഗത്ത് തൻ്റെ കഴിവും തൻ്റെ വ്യക്തിത്വവും ഒക്കെ സംശയമില്ലാതെ തെളിയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അസാധ്യം, സ്ത്രീകൾക്ക് അസാധ്യം അല്ലെങ്കിൽ സ്ത്രീകൾ പാടില്ല എന്ന് കരുതപ്പെടുന്ന ഒരു തൊഴിലിലേക്ക് വരുന്ന ചേതനയെ സംബന്ധിച്ചിടത്തോളം അവൾ നേരിടുന്ന വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും നിസ്സാരമല്ല. സാമൂഹ്യമായത്, ലിംഗപരമായത്, രാഷ്ട്രീയമായ ഒരുപാട് വെല്ലുവിളികളെ, പ്രതിസന്ധികളെ അവൾ അതിജീവിക്കുന്നു. ആണധികാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് പുരുഷന്മാരും സ്ത്രീകളും അതിനടിമകളാകുന്നത്? ആ സാമൂഹ്യപരമായിട്ടുള്ളത്, മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ എങ്ങനെ ചേതന മല്ലിക്, ഗൃഥ മല്ലിക് അതിജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അസാധാരണമായിട്ടുള്ളൊരു കഥ. മനുഷ്യ അധികാര ശ്രേണിയുടെ ഏറ്റവും താഴെത്തട്ടിലാവാം ആരാച്ചാർ. പക്ഷേ അത് പുരുഷൻ്റെ അധികാരമായിട്ടും ഒരാളെ കൊല്ലാൻ സമൂഹം നൽകുന്ന അധികാരമാണ്. ഒരുപക്ഷെ ഏറ്റവും തീവ്രമായ, ഏറ്റവും ശക്തമായ ഒരു അധികാരം. ആ അധികാരം കൈയാളുന്ന ആ സ്ത്രീയുടെ കഥ. അതാണ് ഇതിൻ്റെ ഒരു പ്രമേയത്തിൻ്റെ ഒരു ഭാഗം. മറ്റൊന്ന് പോപ്പുലർ കൾച്ചർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ നയിക്കുന്ന ജനകീയ സംസ്കാരം എങ്ങനെയാണ് നമ്മുടെ കാലത്ത് കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാത്തിനെയും കാഴ്ചപ്പണ്ടമാക്കുന്ന മാധ്യമ രീതികളുടെ ഒരു വിശകലനം കൂടിയാണ് ഈ നോവലിൽ ഉടനീളം. തുടക്കം മുതൽ ചേതന ഗൃഥ മല്ലിക്കിനെ ഒരു ആരാച്ചാർ എന്ന നിലയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ടെലിവിഷൻ ചാനൽ, ആ ടെലിവിഷൻ ചാനൽ ആ ചേതനയുമായി പ്രണയത്തിലോ കാമത്തിലോ ഒക്കെ ചേതനയെ വശീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ടെലിവിഷൻ ആങ്കർ, ചേതന അതിനെ ഒരു വശത്ത് ചെറുക്കുകയും മറുവശത്ത് ഈ സവിശേഷ സ്വഭാവമുള്ള സമൂഹത്തിൻ്റെ ഭാഗമായി അതിന് വിധേയമാകുമ്പോഴും മനസ്സിൽ ഉയരുന്ന ചെറുത്തുനിൽപ്പ്, ഇങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള മനസ്സിൻ്റെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു യാത്രയാണ് ഈ പുസ്തകത്തിൽ ഉടനീളം കാണുന്നത്. മൂന്നാമത്തെ തലം വളരെ ദാർശനികമായ ഒരു തലമാണ്. ജീവിതവും മരണവുമെല്ലാം ഒരുപോലെ ഇടകലരുന്ന ഒരു തലം. ഇവിടെ കാമം, പ്രണയം, വിശപ്പ്, വിരഹം, കച്ചവടം, കല എല്ലാം ഒരു പ്രത്യേക രീതിയിൽ കൂടിക്കുഴയുകയാണ്. ഇങ്ങനെ വിവിധ തലങ്ങളിൽ മുന്നേറുന്ന അല്ലെങ്കിൽ വിവിധ തലങ്ങളിൽ വ്യാപരിക്കുന്ന മനുഷ്യരെല്ലാം അവസാനം എല്ലാവരും എത്തിച്ചേരുന്ന ഒരു ഇടമുണ്ട്. അത് മരണത്തിൻ്റെയും ശ്മശാനത്തിൻ്റെയും ഭൂമിയാണ്. അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ല. പുണ്യവതിയെന്നോ അഭിസാരികയെന്നോ വ്യത്യാസമില്ല. കലാകാരനെന്നോ അല്ലെങ്കിൽ കച്ചവടക്കാരനോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവരും ഒരേ തലത്തിൽ, ഒരേ അവസ്ഥയിൽ വന്നെത്തുന്ന ആധ്യാത്മ വിദ്യാലയം എന്ന് വിളിക്കാവുന്ന ഈ ശ്മശാനം, ഈ മരണം, അങ്ങനെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും വഴികളിലൂടെ കടന്നു പോകുന്ന ഈ നോവൽ വാസ്തവത്തിൽ വളരെ അസാധാരണവും വളരെ ഗംഭീരവുമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിയായ അരുന്ധതി റോയ് ഈ പുസ്തകത്തെ പറ്റി പറയുന്നത് കേൾക്കൂ. ഇറ്റ് ഈസ് വുമൺ പവർ ആൻഡ് ഇറ്റ് ഈസ് എൻ എക്സ്ട്രോർഡിനറി ബുക്ക്, extraordinarily skillful and ironic. The tone, the pitch of it is perfect. ലീലാവതി ടീച്ചർ പറയുന്നത് വളരെ 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 പ്രസക്തമാണ്. ഇതുവരെ മലയാളത്തിൽ ആരും പരിചയിച്ചിട്ടില്ലാത്ത പ്രമേയം. കഥയിലെ നായികയുടെ ഒരു പൂർവിക ഒഴികെ ഭൂമിയിൽ ഇന്നേ വരെ മറ്റൊരു സ്ത്രീയും കടന്നു ചെന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയാവുന്ന ജീവിത മേഖല. ഈ കുടുംബത്തിൽ, ഗൃഥ മല്ലിക് കുടുംബത്തിൽ വളരെ നൂറ്റാണ്ടുകൾക്ക് 12-ാം നൂറ്റാണ്ടിലോ 13-ാം നൂറ്റാണ്ടിലോ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ മാത്രമാണ്. അതിനു മുമ്പ് ഒരു സ്ത്രീ ആരാച്ചാർ ഉണ്ടായിരുന്നു, പിങ്കളകേശിനി
മരണത്തിൻ്റെ മറ്റൊരു പര്യായമാണ് പിങ്കളകേശിനി. ആ പിങ്കളകേശിനിയാണ് ഒരേ ഒരു സ്ത്രീ ആരാച്ചാരുണ്ട്. അതിന് ശേഷമാണ് ഈ കാലത്ത് ചേതന ഈ പണിയിലേക്ക് വരുന്നത്. മറ്റാരുടെയും ആഖ്യാന ശൈലിയുടെ നിഴൽ വീഴാത്ത കഥാകഥന തന്ത്രം, ഉരുകി തിളച്ചു മറിയുന്ന ലോഹദ്രവം ഉള്ളിൽ പേറിക്കൊണ്ട് തണുത്തുറഞ്ഞ പാറപ്പരപ്പുകളെയും ഹിമശൈലത്തെയും പുറമേ വഹിക്കുന്ന ഭൂമി പോലെ വികാരജ്വാലകളെ മൂടിക്കൊണ്ട് നിസ്സംഗതയോടെ വ്യാപരിക്കുന്ന ഭാഷാഘടന പലതുകൊണ്ടും ആരാച്ചാർ ഒരു അപൂർവ സൃഷ്ടിയാണ്. ഡോക്ടർ സ്കറിയ സക്കറിയ ഈ പുസ്തകത്തെപ്പറ്റി പറഞ്ഞു, മീരയുടെ ആരാച്ചാർ എല്ലാ അർത്ഥത്തിലും ഭാവിയുടെ ചരിത്രം പറയുന്ന ആഖ്യാന മാതൃകകളിലൂടെ നോവൽ സാഹിത്യത്തിൽ നവസംവേദന വഴി തുറന്നിരിക്കുന്നു. ഇത് ഭാഷയിലും ഭാവത്തിലും ദർശനത്തിലും ഭാവി മലയാളത്തിൻ്റെ വഴിയാണ്. ഓർമ്മയും ഓർമ്മയുടെ വ്യാഖ്യാനവും ഭാവിയുടെ ഓർമ്മയും കലർന്നുണ്ടാകുന്നതാണ് ആരാച്ചാരിലെ ഭാവി മലയാളം, ഭാവി നോവൽ. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE ഈ നാടിന്റെ ധൈര്യം. അതുപോലെ ആ ദാർശനിക തലത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ മരണവും ഒത്തുചേരുന്ന ആ ദാർശനിക തലത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് സൂചന നൽകുന്നതാണ് ഈ നോവലിൻ്റെ ഒരു പരിസരം, അതിൻ്റെ ഭൂമിശാസ്ത്രമായ പരിസരം. യതീന്ദ്രനാഥ് ബാനർജിയെയാണ് തൂക്കിക്കൊല്ലാൻ ഉള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ആ ബാനർജിയെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് ചേതന ഗൃഥമല്ലിക്കിൻ്റെ നിയോഗം. യതീന്ദ്രനാഥ് ബാനർജിയുടെ ദയാഹർജി ഗവർണർ തള്ളിയെന്ന വാർത്ത ടി വിയിൽ ആദ്യം കേട്ടപ്പോൾ ഗംഗാതീരത്തെ ശ്മശാനത്തിലേക്ക് നീളുന്ന സ്ട്രാൻഡ് റോഡിൽ ഒരു ബാർബർ ഷോപ്പും അഴുക്ക് പിടിച്ച ഒറ്റമുറിക്കോവിലും ചെറിയ മൺകോപ്പകൾ നിരത്തി വെച്ച ചായക്കടയും ചേർന്ന ഞങ്ങളുടെ വീടിന് മുന്നിലുള്ള നീംതല ഘാട്ടിലേക്കുള്ള അന്നത്തെ ആദ്യ ശവവണ്ടി കടന്നു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ വീടിരുന്ന ചിത്പൂർ എല്ലാ കാലവും കറുത്തവരുടെ പ്രദേശമായിരുന്നു. കൊൽക്കത്തയെ യൂറോപ്യന്മാർ വെളുത്ത പട്ടണവും കറുത്ത പട്ടണവുമാക്കുന്നതിന് മുമ്പേ ബസക്കുമാരും സേട്ടുമാരും ഹുഗ്ലി നദിയുടെ തീരത്ത് ജനപദമുണ്ടാക്കുന്നതിനും എത്രയോ മുമ്പേ ഞങ്ങൾ ഇവിടെ തന്നെയാണ് അധിവസിച്ചിരുന്നത്. ഇന്ന് പായൽ മൂടിയതും ഇടുങ്ങിയതും വൃത്തിഹീനവുമാണെങ്കിലും ചിത്പൂരിൻ്റെ ഹൃദയം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ തറവാട് വീടായ ജോറശങ്കോ ഠാക്കൂർബാടിയാണ്. ലാൽ ബസാറിൽ നിന്ന് തുടങ്ങി ഠാക്കൂർബാടിക്ക് മുന്നിൽ ട്രാമുകൾ ഇഴയുന്ന രവീന്ദ്ര സരണിയിലൂടെ നടന്ന് മദൻ ചാറ്റർജി ലെയിനിലൂടെ അച്ചടി പ്രസ്സുകളും പിച്ചാത്തിക്കടകളും തബലക്കടകളും പിന്നിട്ടാൽ ജാത്രപാര എന്ന നാടക കമ്പനി ഓഫീസുകൾ കാണാം. കലയും സാഹിത്യവും കച്ചവടവും ഒക്കെ കൂടിക്കലരുന്ന ഈ പാതകളുടെ വിവരണം വാസ്തവത്തിൽ മരണത്തിൽ ഇവയെല്ലാം എങ്ങനെ ഒന്നായിത്തീരുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. പിന്നിട്ടാൽ ജാത്രപ്പാര എന്ന നാടക കമ്പനി ഓഫീസറുകൾ, നേരെ നടന്നാൽ സോനാഗാച്ചി എന്ന ചുവന്ന തെരുവും, അതിനപ്പുറം ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ വിൽക്കുന്ന കൊമാർത്തുളിയും, വലത്തേക്ക് തിരിഞ്ഞാൽ മത്സ്യം വിൽക്കാത്ത പഴങ്ങളുടെ ചന്തയായ മച്ചുവ ബസാർ, ഇടത്തേക്ക് തിരിഞ്ഞ നീംതല ഘട്ട് തെരുവിലൂടെ സ്ട്രാൻഡ് റോഡിലേക്ക് കയറിയാൽ എല്ലാവരും ഒടുവിലെത്തിച്ചേരുന്ന ഗംഗാതീരത്തെ നീംതല എന്ന പുരാതന ശ്മശാനം. സ്ട്രാൻഡ് റോഡിൽ നിന്ന് ശ്മശാനത്തിലേക്കുള്ള ഇടവഴി നടത്തിയ മുക്കാലി ജംഗ്ഷനിലായിരുന്നു വടക്കോട്ട് ചായപ്പിടുകയും കിഴക്കോട്ട് സലൂണും കോവിലുമുള്ള ഞങ്ങളുടെ ആവാസ വ്യവസ്ഥ. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ഞങ്ങളുടെ വീടിന് മുന്നിലൂടെ വിലാപയാത്രക്കാരും ചുമട്ടുകാരും ക്ഷുരകന്മാരും ചെരുപ്പുകുത്തികളും ചെവിത്തൂണ്ടികളും കച്ചവടക്കാരും പിച്ചക്കാരും ഒക്കെ തിക്കിത്തിരക്കി നീംതല ഘട്ടിലേക്ക് ഒഴുകി. മോട്ടോർ വണ്ടികളും ഉന്തുവണ്ടികളും കുതിരവണ്ടികളും വഴിയോര ക്ഷേത്രങ്ങളിലെ മണിയൊച്ചകളും ബലിമൃഗങ്ങളുടെ കരച്ചിലും സർക്കുലാർ ട്രെയിനുകളേക്കാൾ ശബ്ദമുണ്ടാക്കി. നെയ്യിലും സൂര്യകാന്തി എണ്ണയിലും മൊഴിയുന്ന മധുര പലഹാരങ്ങളുടെയും വിറകൻ ചിതയിലെരിയുന്ന മൃതദേഹങ്ങളുടെയും ഗന്ധം ഇടകലർന്നു ഞങ്ങളെ ചൂഴും. ഇതാണ് മരണം എന്ന് പറഞ്ഞാൽ. അതിൽ കാമവും കലയും വിശപ്പും പ്രണയവും എല്ലാം കൂടിച്ചേർന്ന് ഭക്തിയും വിഗ്രഹങ്ങൾ നിരന്നിരിക്കുന്ന ഒരു തെരുവിനെ പറ്റി പറയുന്നു. ഭക്തിയും എല്ലാം വാസ്തവത്തിൽ ഒന്നായി ഒഴുകിയെത്തുന്ന അവസാനത്തെ ബിന്ദു അതാണ് നീംതല ഘട്ട്. ഈ പുസ്തകത്തിൻ്റെ ഒരേ സമയം അത് രാഷ്ട്രീയം ഉണ്ട്, അതിൽ ലിംഗ നീതിയുടെ കഥയുണ്ട്, സാഹിത്യത്തിൻ്റെ മനോഹരമായ ആഖ്യാന ശൈലിയുണ്ട്, മരണം എങ്ങനെ എത്രമാത്രം പ്രധാനമാണ് ജീവിതത്തിൽ എന്ന് പറയുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനം എങ്ങനെയാണ്
ആണധികാരം, ഏതൊക്കെ ഹിംസയുടെയും ഒരേ സമയം ഹിംസയും പ്രണയവും കാമവും ഒക്കെ രൂപം കൊണ്ടും ആ അധികാരം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നിഴൽ വീഴ്ത്തുന്നത് എന്നുള്ളതിൻ്റെ കഥയാണ് ഈ ആരാച്ചാർ KR മീര നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. വേശ്യയുടെ പടിവാതിൽക്കലെ മണ്ണെടുത്താണ് ദുർഗാ പ്രതിമ ഉണ്ടാക്കുന്നത്. കാരണം ഞങ്ങളുടെ പടിവാതിൽ താണ്ടുന്ന പുരുഷൻ്റെ സർവാഹന്തയും അവിടെ അഴിഞ്ഞു വീഴും. തൂക്കുമരത്തിലും അങ്ങനെ തന്നെ എന്ന് ഞാൻ പൊട്ടിച്ചിരിച്ചു. പട്ടുതുണിക്കുള്ളിൽ മൺതരികൾ കിരികിരുത്തു. മരണത്തിൻ്റെ വഴുവഴുപ്പുള്ള കൈകൾ കൊണ്ട് ഞാനത് മുറുകെ പിടിച്ചു. അങ്ങനെ പ്രണയത്തിൻ്റെയും മണ്ണിൻ്റെയും മരണത്തിൻ്റെയും പേരിൽ എൻ്റെ നാമവും ജീവിതവും ഭാരതത്തിലും മുഴുവൻ ലോകത്തും ഞാൻ അനശ്വരമാക്കി. എന്നെ ആരും തടയുകയില്ലെന്ന് ഉറപ്പായിരുന്നു. മഴയും മണ്ണും പ്രകാശവും ചരിത്രവും എന്നെ കാത്തുനിന്നു. ജോഡി തോർ ഡാക്ഷുനെ കേവുന അഷേ തോബെ എക്ല ചലോരെ എന്ന് മൂളിക്കൊണ്ട് ഞാൻ ഭവിഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. যদি তোর ডাক শুনে কেউ না আসে তবে একলা চলো রে.